ദിലീപിനെ ന്യായീകരിക്കാൻ വരുന്ന ഒരാള് അതിജീവിതയെക്കുറിച്ചോ മറ്റാരെക്കുറിച്ചെങ്കിലുമോ മോശമായ പരാമർശം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ഹീനമാകുമോ അതേപോലെ തന്നെയാണ് മറുഭാഗത്തുള്ള ആൾക്കാരും. അതിൽ പ്രത്യേകിച്ച് ഒരു ഭാഗത്തിന് മാത്രമൊന്നുമില്ല. അവിടെ ദിലീപിന് തോന്നുന്ന ദിലീപ് കോടതിയിൽ ഉയർത്തിയിരിക്കുന്ന വാദങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ദിലീപിന്റെ ഭാഗം കോടതിയിൽ ഉയർത്തിയിരിക്കുന്ന വാദങ്ങളും കോൺസ്പിറസിയുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ കോടതിയിൽ ഉണ്ടായിരുന്ന വാദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ലേ അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ വാദമാണ്, അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്. അത് പറയാൻ ഹീസ് എൻടൈറ്റിൽഡ് അല്ലേ. അതിനകത്തുള്ള ശരിതെറ്റുകളൊക്കെ രണ്ടാമത്. പക്ഷെ അങ്ങനെ ഒരു ഗൂഢാലോചന തനിക്കെതിരെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നിയാൽ അത് അദ്ദേഹത്തിന്റെ കോടതിയിലെ വാദമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പറയുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ഇവിടെ ആൾക്കാർ പറഞ്ഞിരുന്നതാണ് ഒരു കൊടും ക്രിമിനൽ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വക്കീൽ ഫീസിന്റെ കാര്യത്തിൽ വരെ വക്കീൽ ഫീസിന്റെ അല്ല ഞാനത് തീർന്നില്ല വക്കീൽ ഫീസിന്റെ കാര്യത്തിൽ പോലും രാമൻപിള്ള സാർ എത്ര രൂപയാണ് വാങ്ങുന്നത് എന്ന് സ്വന്തം പ്രൊഫഷണൽ ഫീസിന്റെ കാര്യത്തിൽ പോലും അഭിപ്രായം പറഞ്ഞിരുന്ന ശ്രീമതി ആശ എവിടെയാണ് താങ്കളുടെ ലോജിക്ക് പോയത്? ജയിലിൽ നിന്ന് പോലീസ് കൊടുക്കുന്ന പേപ്പറിൽ പോലീസ് കൊടുക്കുന്ന പേന കൊണ്ട് ദിലീപേട്ട ഇത് സുനി എഴുതുകയാണെന്നും പറഞ്ഞു പഴയ പ്രേം നസീർ സിനിമയിൽ ഉപ്പ ഇത് ബാപ്പൂട്ടി എഴുതുന്ന കത്ത് എന്ന് പറയുന്ന രീതിയിലത്തേക്ക് ഒരു കത്ത് ഒരു ക്രിമിനൽ എഴുതി കൊടുക്കും, അത് തനിക്കെതിരെ ഉപയോഗിക്കും, മറ്റുള്ള ആൾക്കാർക്കെതിരെ ഉപയോഗിക്കും എന്നറിയാത്ത ഒരു ക്രിമിനൽ ഈ നാട്ടിലുണ്ടോ? അങ്ങനെയുള്ള ഒരു പോലീസ് ഈ നാട്ടിലുണ്ടോ? അപ്പോൾ ടാക്സ് വെട്ടിക്കാൻ 1 കോടി രൂപയ്ക്കുള്ള മാർഗങ്ങളെ പറ്റി ശ്രീമതി ആശ ഉണ്ണിത്താൻ അറിയാം. പക്ഷെ ഒരു കൊടും ക്രിമിനൽ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതിയതിനു ശേഷം അത് കൊടുത്ത് തെളിവുണ്ടാക്കുന്നു, ദിലീപ് എന്നുള്ള പേരെഴുതി തെളിവുണ്ടാക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി താങ്കൾ വളരെ നൈവായി പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ വക്കീൽ ഫീസ് പറയാം, ടാക്സ് വെട്ടിക്കുന്നതിനെ കുറിച്ച് പറയാം, നമ്മുടെ നാട്ടിലെ സിസ്റ്റം മാറ്റുന്നതിനെ കുറിച്ച് പറയാം, രാമപിള്ള സാറ് ഫ്രാങ്കോയ്ക്ക് വേണ്ടി വാദിച്ചതിനെ പറ്റി പറയാം. ഞാൻ പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ ഈ ഡിഫൻസിനെ പ്രകീർത്തിക്കുന്നത്? എന്തിനാണ്? പ്രോസിക്യൂഷന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ കൃത്യമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനെ കുറിച്ചോ കഴിവുകേടിനെ കുറിച്ചോ പറഞ്ഞ് അതിന് പറയുന്നതിന് പകരം ദിലീപ് അത് പറഞ്ഞില്ലേ, അയാൾക്കത് പറയാം. നോക്ക്, ഇന്ന് അയാളുടെ ദിവസമാണല്ലേ, നമുക്കതിൽ കുറ്റം പറയാൻ പറ്റും. 8 വർഷമായിട്ട് ദിലീപിന്റെ ദിവസമാണ്. അയാൾ പറയും അയാൾക്കെതിരെ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ കേൾക്കാൻ ബാധ്യസ്ഥരാണെന്നാണ് ഞാൻ കരുതുന്നത്. സാക്ഷികൾ മാറ്റി പറഞ്ഞ പ്രധാന കാര്യമാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോഴും ഇന്ന് ദിലീപിന്റെ ദിവസമാണ്. തീർച്ചയായിട്ടും. ശരി ആശ. അതെ, ഞാൻ ശ്രീജിത്തിനോട് പറയണ്ട. ശ്രീജിത്തിനോട് ഞാൻ പറയാം. ഒരു സെക്കൻഡ്. ഒന്നാമത്തെ കാര്യം, TB മിനിയും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ്. അവരെ കൃത്യമായി തന്നെ അത് മാപ്പ് പറയേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ മറ്റെന്ത് സംഗതികളോ നിയമപരമായ ഒരു കാര്യം ഞാൻ മുഴുവൻ കേട്ട് നോക്കിയാൽ അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അതിലുള്ളത്. എത്തിക്കലി അത് തെറ്റാണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരു സ്ത്രീയോടും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. പിന്നെ സ്വന്തം ക്ലയൻറ്റിൻ്റെ അടുത്ത് ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ, അത് വാക്കിൽ പിഴയാണെങ്കിലും എന്താണെങ്കിലും ശരി. ഇനി അടുത്തൊരു കാര്യം, പൾസർ സുനി കത്ത് എഴുതിച്ചത് പോലീസാണോ, പൾസർ സുനി സ്വന്തമായിട്ട് എഴുതിയതാണോ, പൾസർ സുനിക്ക് ദിലീപുമായി കോൺടാക്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പൾസർ സുനിക്ക് സ്വയമായിട്ട് തോന്നി എഴുതിയതാണോ, ആ കത്ത് എത്രത്തോളം കോടതി വാല്യൂവിൽ എടുത്തു എന്നും നമുക്കറിയില്ല. പൾസർ സുനിയുടെ ഗൂഢാലോചന കേരള പോലീസ് അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ജയിൽ അധികൃതർ കൊടുത്ത പേനയും പേപ്പറും ഉപയോഗിച്ച് എഴുതിയെങ്കിൽ എന്താണ് ശ്രീലേഖ മാഡമായിരുന്നു അന്ന് IG ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരായിരിക്കും വേണമെങ്കിൽ കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത്തരം ആളുകൾ അതിനുള്ള സംവിധാനവും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജയിലിന്റെ എന്താ പറയുക സ്പേസിന്റെ പ്രശ്നം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പക്ഷേ കത്ത് എഴുതാനുള്ള അനുവാദം ജയിലിൽ കിടക്കുന്ന ആൾക്കാർക്കുണ്ട്. ഓക്കെ, ആ കത്ത് അപ്രീഷിയേറ്റ് ചെയ്തില്ല. ദിലീപിനെതിരെ ഗൂഢാലോചന അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, മഞ്ജു വാര്യർ പറഞ്ഞു ദിലീപ് ഇതുവരെ ഗൂഢാലോചന എനിക്കെതിരെ ചെയ്തു എന്ന് പറഞ്ഞ് കേസ് പറഞ്ഞിട്ടില്ല. അത് മറ്റൊരു കേസാണ്. ആ കേസ് ഇതുവരെ വന്നിട്ടില്ല. മലീഷ്യസ് പ്രോസിക്യൂഷനെതിരെ ഒരു കേസ് വന്നിട്ടില്ല. അയാൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഗൂഢാലോചന ചെയ്തു. മലീഷ്യസ് പ്രോസിക്യൂഷനെതിരെ ഇത് കഴിഞ്ഞിട്ടല്ലേ കേസ് കൊടുക്കാൻ പറ്റൂ ശ്രീമതി ആശ? പിന്നെ അയാൾ ആ തെളിവുകളാണ്. അല്ല, അത് തുടക്കമിടുന്നതാണോ ആശ? ദിലീപ് ഇപ്പോൾ ഈ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മലീഷ്യസ് പ്രോസിക്യൂഷന് നമ്പി നാരായണൻ കേസ് കൊടുക്കുകയാണെങ്കിൽ ഏത് ഘട്ടത്തിൽ കൊടുക്കും? അയാളുടെ കേസ് നടക്കുന്ന സമയത്ത് കൊടുക്കുമോ, കേസ് കഴിഞ്ഞിട്ട് കൊടുക്കും? ഇനി കൊടുക്കാമല്ലോ ശ്രീമതി ആശ. ഇനിയാണ് ആരോപണം ഉന്നയിക്കുകയാണ് കൊടുക്കേണ്ടത്. കൊടുക്കട്ടെ കേരള പോലീസിനെതിരെ, ക്രിമിനൽ സംഘമായ കേരള പോലീസിനെതിരെ കൊടുക്കട്ടെ, മഞ്ജു വാര്യർക്കെതിരെ കൊടുക്കട്ടെ, പേനയും പേപ്പറും കൊടുത്ത DGPയുടെ ജയിൽ DGPയുടെ ഉദ്യോഗസ്ഥർക്കെതിരെ കൊടുക്കട്ടെ. ആരൊക്കെയാണ് അയാളെ കൊണ്ട് എഴുതിച്ചാൽ കൊടുക്കട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നു കാണാനായിട്ട് ആരൊക്കെയാണ് ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു. ശരി ജോസ് തോമസ്, എന്താണ് റിവേഴ്സ് ഗൂഢാലോചന? നിങ്ങളുടെ മനസ്സിലുള്ളത് അത് തന്നെയാണല്ലോ. ജോസ്, എന്താണ് ഈ റിവേഴ്സ് ഗൂഢാലോചന? PT തോമസ് വന്നുകൊണ്ടാണ് ഈ കേസ് വെളിയിലേക്ക് വന്നത്. മാഡം, PT തോമസിനെ അവിടെ വിളിച്ചു വരുത്തിയത് ദിലീപിന് തന്നെ അടുത്ത സുഹൃത്തായ ആൻഡോ ജോസഫാണ്. PT ജോസഫിനെ വിളിച്ചു വരുത്തി കാര്യം പറയുന്നു. ദിലീപിന്റെ അടുത്ത സുഹൃത്തായ ആൻഡോ ജോസഫ്. അപ്പോ PT തോമസ് അവിടെ പൊട്ടി വീണതല്ല, സിനിമാക്കാരൻ തന്നെ വിളിച്ചു വരുത്തിയതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഇപ്പോ
പുറത്തിറങ്ങിയിട്ട് ദിലീപ് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ദിലീപ് ഗൂഢാലോചന നടത്തിയെന്ന് ഒരു വിഭാഗം ആൾക്കാർ പറയുമ്പോൾ ദിലീപിന് പറഞ്ഞുകൂടെ ഇത് എനിക്കെതിരെ ഉണ്ടായ ഗൂഢാലോചനയാണ്? അയാൾക്കത് മിണ്ടാൻ പാടില്ല. അയാളുടെ സ്വഭാവം കൃത്യമായ ക്രിമിനൽ സ്വഭാവം വെളിയിൽ വന്നെന്നാ പറയുന്നത്. ആശാമാട അങ്ങനെയല്ലേ പറഞ്ഞു. ഞാൻ ശരിക്കും സംശയിക്കുന്നു. ഇത് സുനിയോട് പറയാണ്, നീ ദിലീപിന്റെ പേരിൽ അങ്ങ് ചാർത്തിക്കോ, ബാക്കി കാര്യം പറ്റൂ എന്ന് പറഞ്ഞുകൂടെ? നമുക്ക് അങ്ങനെയും വിശ്വസിച്ചുകൂടെ? ഒരു ഭാഗം മാത്രം ദിലീപാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഗൂഢാലോചനക്കാരൻ ദിലീപാണ് എന്ന് പറയുന്നിടത്ത് തന്നെ മറ്റൊരാൾ ദിലീപിനെ തകർക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്തുകൊണ്ട്? ഇപ്പൊ ഞാൻ അതിജീവിതയെ കുറ്റം പറയുന്ന ആളല്ല. അതിജീവിത എന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് അവരുടെ ആ പരിതാപകരമായ അവസ്ഥയിൽ വേദനയുണ്ട്. പക്ഷേ ഇവിടെ ദിലീപ്, പക്ഷെ താങ്കൾ വിശ്വസിക്കുന്ന ഈ 6 പേരും ആലോചിച്ചുറച്ച് ചെയ്ത് കൃത്യം എന്നുള്ളതാണ് അല്ലെ? അതിനപ്പുറത്തേക്ക് താങ്കളുടെ ചിന്ത പോകുന്നുണ്ടോ ശ്രീ ജോസ് തോമസ്? കേട്ടില്ല. ഈ 6 പേരും ആലോചിച്ചുറച്ച് ചെയ്ത ഒരു കൃത്യം, അതിനപ്പുറത്തേക്ക് താങ്കളുടെ ചിന്ത പോകുന്നില്ല അല്ലെ? ഒരു മാസ്റ്റർ മൈൻഡിലേക്ക് പോകുന്നില്ല? എനിക്ക് ഒരു കാരണവശാൽ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എനിക്ക് ദിലീപിലേക്ക് പോകാൻ കഴിയില്ല. എന്നാൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ഇവരെ ആരെങ്കിലും ഉപയോഗിച്ചതാണെങ്കിലും, പൾസർ സുനിയെയും ബാക്കി 5 പേരെയും ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ഉപയോഗിച്ചതാണെങ്കിലും, ആരെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും, അതിന് കോടികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? ഇതിപ്പോ അതേത് രീതിയിൽ അത് താങ്കൾ അത് ഒരു തിരക്കഥയുടെ രൂപത്തിലേക്ക് ആക്കുകയാണ്? അല്ല, ഇതും തിരക്കഥയില്ലേ? ദിലീപിനെതിരെ കൊണ്ടുവന്ന ആരോപണം തിരക്കഥയില്ലേ? അതെന്താ തിരക്കഥയില്ലെന്ന് പറയാത്തത്? അല്ല, തെളിയിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ, അത്രേ ഉള്ളൂ. അല്ല, തെളിയിക്കാൻ പറ്റാത്ത ആരുടെ പരാജയമാണെങ്കിലും മുഖ്യമന്ത്രി ഈ കേസ് 6 പേരെ അറസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞ എന്താണ്? ഇതിന്റെ പിന്നിൽ മറ്റാരുമില്ല, ഈ 6 ക്രിമിനൽസേ ഉള്ളെന്ന് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞതല്ലേ? അപ്പോ ആശാ മാഡം പറയുന്നത് വെച്ച് നോക്കിയാൽ ഇവിടുത്തെ പോലീസ് കഴിവുകെട്ട പോലീസാണ്, പ്രോസിക്യൂഷൻ കഴിവുകെട്ട പ്രോസിക്യൂഷൻ ആണെന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? പ്രോസിക്യൂഷന് കൃത്യമായി തെളിവുകൾ കിട്ടുന്നില്ല. അവർക്ക് എവിടുന്നാണ് തെളിവുകൾ കിട്ടുക? കാരണം ഇത് കെട്ടിച്ചമച്ച ഒരു കേസായതുകൊണ്ട് കൃത്യമായി തെളിവുകൾ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് അതിന്റെ കാര്യം. അല്ലാതെ അവരുടെ പരാജയം എന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് ശ്രീമതി ആശ ഉണ്ണിത്താൻ അതിന്റെ മറുപടി താങ്കൾക്ക് പോകണമെന്നറിയാം, അതിനുള്ള മറുപടി കൂടി. ഇത് റിവേഴ്സ് രീതിയിലാണ് ജോസ് തോമസ് പറയുന്നത്. അവർ പറഞ്ഞോട്ടെ, അവർക്ക് പറയാനുള്ള റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എനിക്കുമുണ്ട്, അവർക്കുമുണ്ട്. അതുകൊണ്ടാണല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുള്ള മനുഷ്യരും അത് യൂസ് ചെയ്യാൻ അറിയുന്ന മനുഷ്യരായതുകൊണ്ടാണല്ലോ ഞങ്ങളെ ഇവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. പക്ഷെ എല്ലാത്തിനെയും ഡിഫെൻസ് നടത്തിക്കൊണ്ട് എല്ലാത്തിനും ഉത്തരങ്ങൾ പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഒന്ന്, കേരളത്തിൻ്റെ പോലീസ് മികച്ച പോലീസാണ് എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. കേരള പോലീസിൽ മികച്ച പോലീസുകാരുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരള പോലീസ് സിസ്റ്റം മികച്ചതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ലോക പോലീസായിട്ടാണ് കൈമാറുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ആപ്പിൾ ആണെങ്കിൽ ലോകത്തിൽ മറ്റ് രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഫോണും ആപ്പിൾ ആണെങ്കിൽ ഞാൻ വായിക്കുന്ന പുസ്തകങ്ങൾ, അവിടുത്തെ പ്രസിദ്ധീകരിച്ച പുസ്തകം ഇവിടെ പ്രസിദ്ധീകരിച്ച പുസ്തകം അവിടെയും വായിക്കുമെന്നും അവിടെ